അമൽനാഥ്, ഗുഡ് ഈവനിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവർ പറയട്ടെ, പ്രഖ്യാപിച്ചത് അവരാണ്, അവർ പറയട്ടെ. വരികൾക്കിടയിൽ കൃത്യമായ അതൃപ്തി വ്യക്തമാക്കുന്നു ദീപ്തി മേരി വർഗീസ്. മാത്രമല്ല, ഈ കോർ കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ KPCCയുടെ പ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടായില്ല. അടക്കം അതൃപ്തികൾ എണ്ണി എണ്ണി വരികൾക്കിടയിൽ ദീപ്തി മേരി വർഗീസ് പായിച്ചു. അല്ലേ അമൽനാഥ്? അജിംഷാ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അതിനിടയിലുള്ള അതൃപ്തി പരസ്യമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെങ്കിൽ അവിടെ KPCC ഇടപെടേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പരിഭവം തന്നെയാണ് നമുക്ക് ദീപ്തി മേരി വർഗീസിന്റെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. പ്രത്യേകിച്ച് തഴയപ്പെട്ടു എന്ന് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് നിലവിൽ സൂചിപ്പിക്കുന്നത്. അതായത് സംസ്ഥാന നേതൃത്വമാണ്, അല്ലെങ്കിൽ സംസ്ഥാന നേതാവാണ്. ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് നിലവിൽ തഴഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ ഗ്രൂപ്പ് പോരുണ്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇവിടെ ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അതിനെ മൗനസമ്മതം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് വായിച്ചെടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. നേതൃത്വം കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല, തന്നോട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ദീപ്തി മേരി വർഗീസ് നിലവിൽ ഇപ്പോൾ. മാത്രമല്ല, ഈ 42ഓളം കൗൺസിലർമാരുടെ വിവരത്തെ സംബന്ധിച്ച് 4 പേർ മാത്രമാണ് പിന്തുണച്ചത്. ഈ കാര്യങ്ങൾ പലതും ചോദിച്ചിരുന്നല്ലോ അമൽനാഥ് പാടിച്ചാൽ. അപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? മാത്രമല്ല, ദീപ്തി മേരി വർഗീസ് പരാതി KPCCക്ക് നൽകിയിട്ടുണ്ട്. കാരണം തന്നെ കാണിച്ചാണ്, മേയർ സ്ഥാനത്തേക്ക് കാണിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നിട്ട് അവസാനം പാലം കടന്നപ്പോൾ മറ്റൊന്ന്. ഇത് ശരിയാണോ എന്നൊക്കെയാണ് പരാതിയിലുള്ളത്. അത് ചോദിച്ചിരുന്നോ അമൽ? അജിംഷാ, തീർച്ചയായും. അതായത് തിരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ കാണിച്ചാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് UDF. എന്നാൽ അത്തരത്തിൽ ഒരു കാര്യവും പിന്നീട് തിരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചപ്പോഴത്തെ ആ ഒരു കണക്ക് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 42 കൗൺസിലർമാരാണ് കൊച്ചി കോർപ്പറേഷൻ UDFിൽ ഉള്ളത്. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച കണക്ക് പ്രകാരം അതിൽ 20 കൗൺസിലർമാർ, ആ 20 പേരും മിനിമോളെയാണ് സപ്പോർട്ട് ചെയ്തത്. 18ഓളം പേർ ആണ് ഷൈനി മാത്യുവിനെ സപ്പോർട്ട് ചെയ്തത്. 4ഓളം പേർ അവർ ദീപ്തി മേരി വർഗീസിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എങ്കിലും പൂർണ്ണമായല്ല. അതായത് ദീപ്തി മേരി വർഗീസും ഒപ്പം തന്നെ മിനിബോളും മാറി മാറി 2 ടേമായി കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന കാര്യമാണ് ഇവർ 4 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കണക്ക് മുന്നോട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കണക്ക് ദീപ്തി മേരി വർഗീസിനോട് ചോദിക്കുമ്പോൾ ആ കണക്ക് എവിടെ കിട്ടി എന്നാണ് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായി അതായത് നമുക്ക് തന്ന ബൈറ്റിന്റെ ഏറ്റവും ഒടുവിലായി ദീപ്തി മേരി വർഗീസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് വലിയ ജനപിന്തുണയുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിരവധി കൗൺസിലർമാർ ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഈ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കണക്ക്, അത് ദീപ്തി മേരി വർഗീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആ കണക്ക് ശരിയാണ് എന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നില്ല. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ തനിക്കെതിരെ ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വലിയൊരു അതൃപ്തി തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഈ മേയർ സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ സംസ്ഥാന നേതാവായിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ദീപ്തി മേരി വർഗീസ് എത്തും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF നേതൃത്വം നേരിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നു, UDF വിജയിക്കുന്നു. അതിനുശേഷം അവിടെ ഈ ജില്ലാ നേതൃത്വത്തിന്റെ, അല്ലെങ്കിൽ ജില്ലാ നേതാക്കളുടെ ഇടപെടൽ കൃത്യമായ രീതിയിൽ ഉണ്ടാകുന്നു. ഗ്രൂപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഗ്രൂപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ താൻ തഴയപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണ് ദീപ്തി മേരി വർഗീസ് നിലവിൽ മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് രഹസ്യ ബാലറ്റിലൂടെയാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്
ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ തനിക്ക് അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് താൻ അതും പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം പരസ്യമായാൽ പലതും വീണ്ടും പലതും പറയേണ്ടി വരും എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് രഹസ്യമായാൽ മാത്രമേ കൃത്യമായി വരൂ എന്നൊക്കെ. അതായത് ഇതിലെ അതൃപ്തി ഇങ്ങനെ തിളച്ചു പൊന്തുകയാണ് ദീപ്തിയിൽ. ശരി അമൽനാഥ് പാടിച്ചാൽ സമഗ്രമാണ്. ഏതായാലും KPCCക്ക് പരാതി നൽകിയിട്ടുണ്ട് ദീപ്തി മേരി വർഗീസ്. അത് തുറന്നു സമ്മതിക്കുന്നില്ലെങ്കിലും സംഘടനാ തലത്തിൽ പാർട്ടി തലത്തിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ദീപ്തി മേരി വർഗീസിന്റെ തീരുമാനവും. കാരണം പ്രത്യക്ഷത്തിൽ മാധ്യമപ്രവർത്തകരോട് അത് തുറന്നു പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ് ദീപ്തിക്കുള്ളത്. അപ്പോൾ അവരുടെ ആ സാഹചര്യം മനസ്സിലാക്കി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്